ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ചെറിയൊരു ഡിന്നർ പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ സ്വന്തം ചപ്പാത്തിയാണ്. ചപ്പാത്തി മാവ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവും. നല്ല ചൂട് വെള്ളത്തിൽ വേണം നമ്മുടെ മാവ് കുഴച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരുപാട് പഞ്ചസാര വേണ്ട, ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മതി. ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടും വരും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇതെല്ലാവർക്കും അറിയുന്ന ടിപ്സാണ്, എന്നാലും ഞാൻ പറഞ്ഞൊന്ന് മാത്രം കേട്ടോ. അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ചപ്പാത്തി ഇതേപോലെ തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായി കുഴയ്ക്കുക. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ കുറച്ച് മാറി തുടങ്ങിയല്ലേ, തണുപ്പും എല്ലാം മാറി തുടങ്ങി. ഇപ്പോൾ ചെറുതായിട്ട് ചൂട് തുടങ്ങിയിട്ടുണ്ട് ക്ലൈമറ്റിന്. തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, പക്ഷേ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. മാവിനെ ഒരു 3/4 ഭാഗം പരുവത്തിലാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഗോൾഡ് വിന്നർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും. ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതേപോലെ നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ എന്നെ പോലെ പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ വായോട്ടോ, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ അങ്ങോട്ട് വളർന്ന് പന്തലിക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാവ് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. മാവിന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അപ്പോഴേക്കും ഒരു ചട്നി അരയ്ക്കാം കേട്ടോ. തേങ്ങ ചട്നിയാണ്. അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും പിന്നെ ഉപ്പും കുറച്ച് പൊട്ടുകടലയും ആവശ്യത്തിന് മാത്രം വെള്ളവും ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കണം. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ലൂസായിട്ട് ചട്നി അരച്ചാലും കുഴപ്പമില്ല, പക്ഷേ ചപ്പാത്തിക്ക് ഇത്തിരി കട്ടിയിൽ അരയ്ക്കണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ചട്നി താളിച്ചിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് കരിഞ്ഞു പോയോ എന്നൊരു സംശയം, എന്നാലും കുഴപ്പമില്ല, നമ്മളല്ലേ കഴിക്കുന്നതല്ലേ. അപ്പോൾ ഭൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. ചപ്പാത്തി പ്ലാൻ മാറ്റി ഭൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ കറിയും നമ്മളിപ്പോൾ അരച്ച ചട്നിയാണ്. ഇത് ഉച്ചയ്ക്ക് വെച്ച ചോറിന് വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരിയും ചിക്കനും കട്ടിയുള്ള നല്ല തേങ്ങാ ചട്നിയും കൂട്ടിയിട്ട് ഡിന്നർ കഴിക്കാം. വായോ. വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്കും കമൻറ്റും കൂടെ ചെയ്യണേ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ വായോട്ടോ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സി യു.